നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഒയാസിസ് കമ്പനി പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊടിനാട്ടി കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിഷേധം. സമരം ശക്തമാക്കുമെന്ന VK ശ്രീകണ്ഠൻ MP. സർക്കാർ നടപടി ദുരൂഹമെന്ന BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ. കമ്പനിക്കായി വ്യാജരേഖ ചമച്ച് സ്ഥലം കയ്യേറിയെന്ന പരാതിയുമായി പരിസരവാസികളും രംഗത്ത്. തിങ്കളാഴ്ച സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ്. എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസ് മാർച്ചിനൊരുങ്ങി BJP. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കു നേരെ ക്രിമിനൽ കേസ് പ്രതിയായ യുവാവിന്റെ അക്രമം. പോലീസ് വാഹനവും പോലീസ് ഉദ്യോഗസ്ഥന്റെ കാറും ഭാഗികമായി നശിപ്പിച്ചു. പ്രതി പാലക്കാട് നൂറണി സ്വദേശി ഷബീർ അലിയെ പോലീസ് പിടികൂടിയത് പിന്നീട് പനമണ്ണയിലെ വാടക വീട്ടിൽ നിന്ന്. ശാസ്ത്രം വളരുന്നതിനേക്കാൾ വേഗത്തിലാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളരുന്നതെന്ന് യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ NM അരുൺകുമാർ. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിൽ അടയിരിക്കുന്ന ഇടതു സർക്കാർ നടപടി പ്രതിഷേധാർഹം. ഉത്തരേന്ത്യക്കാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിൽ അന്ധവിശ്വാസങ്ങളുടെ വളർച്ചയെന്നും ഡോക്ടർ അരുൺകുമാർ. പാലക്കാട്ട് യുക്തിവാദി സംഘം സുഹൃത്ത് സംഘം. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികൾ റിമാൻഡിൽ. പ്രതികളായ സന്ദീപ് തോമസ്, സുമേഷ് ആന്റണി, സിബി ഔസേപ്പ് എന്നിവരെ പോലീസ് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയത് ഇന്നലെ രാത്രി 11 മണിയോടെ. കേസിൽ കൂടുതൽ പരാതികൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഒയാസിസ് കമ്പനി മദ്യനിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്ന എലപ്പുള്ളി മണ്ണുകാട്ട് സ്ഥലത്ത് കൊടിനാട്ടി കോൺഗ്രസും BJPയും പ്രതിഷേധിച്ചു. കമ്പനിക്കായി വ്യാജരേഖ ചമച്ച് സ്ഥലം കയ്യേറിയതായി ആരോപിച്ച് പരിസരവാസികളും രംഗത്തെത്തിയിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് കൊടിനാട്ടിയത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന പ്രദേശത്ത് ഒരു കാരണവശാലും മദ്യക്കമ്പനിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയാണ് ഈ പദ്ധതി. സർക്കാർ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലറിക്ക് ആവശ്യത്തിന് വെള്ളം നൽകാൻ കഴിയാത്ത സർക്കാരാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകാമെന്നേറ്റ് അനുമതി നൽകിയത്. മലബാർ ഡിസ്റ്റിലറി വെള്ളത്തിനായി 2 കോടി വാട്ടർ അതോറിറ്റിയിൽ കെട്ടിവെച്ച് വെള്ളം നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ബിവറേജസ് കോർപ്പറേഷന് പണം തിരിച്ചു നൽകാൻ ഒരുങ്ങുകയാണ്. സർക്കാർ സ്ഥാപനത്തോടില്ലാത്ത ബാധ്യതയും ആത്മാർത്ഥതയും ഒയാസിസിനോടുള്ളത് കമ്മീഷൻ ലക്ഷ്യം വെച്ചാണ്. പ്രകൃതി ചൂഷണം നടത്തിയ സംഭവത്തിലും അഴിമതിയിലും ഉൾപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ് ഒയാസിസ് എന്നും MP പറഞ്ഞു. കേരള മന്ത്രിസഭ തീരുമാനിച്ച ഒയാസിസ് ഡിസ്റ്റിലറീസ് വരുമെന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു കാര്യം പറയാം, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഏകദേശം 400-ലധികം കുഴൽക്കിണറുകളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്രയം. അതിലും 100 കണക്കിന് കുഴൽക്കിണറിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഇതുപോലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുന്ന ഈ സ്ഥലത്ത് ഇത്തരത്തിലൊരു ഡിസ്റ്റിലറി കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ജനവിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ കമ്പനി ഒരുപാട് അഴിമതി ആരോപണങ്ങളിലും പ്രകൃതിയെ ചൂഷണം ചെയ്ത കാര്യത്തിലും പ്രതിക്കൂട്ട് നിൽക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയെ വെള്ളപൂശിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരാം. 600 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ധാരാളം തൊഴിൽ കിട്ടും, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും എന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ദിനങ്ങളിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച പ്ലാന്റിന്റെ സ്ഥലത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. BJPയുടെ നേതൃത്വത്തിലും പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രദേശത്ത് കൊടിനാട്ടി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന പ്രദേശത്ത് ജലമൂറ്റ് കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയത് ദുരൂഹമാണെന്ന് BJP നേതാവ് ഓമനക്കുട്ടൻ പറഞ്ഞു. CPM സമ്മേളനങ്ങൾക്ക് ചിലവാക്കുന്ന കോടിക്കണക്കിന് രൂപ മദ്യനിർമ്മാണ കമ്പനിയുടെ സ്പോൺസർഷിപ്പാണെന്നും ഓമനക്കുട്ടൻ ആരോപിച്ചു. വെള്ളമില്ലാതെ എലപ്പുള്ളിയിൽ കർഷകർ ദുരിതത്തിലാണ്. ഈ പ്രദേശത്ത് ജലമൂറ്റ് കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഓമനക്കുട്ടൻ വ്യക്തമാക്കി. തിങ്കളാഴ്ച എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തും.
കുടിവെള്ള ക്ഷാമം ഏറ്റവും രൂക്ഷമായി ജനങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഈ മണ്ണുകാട് പ്രദേശം. ഈ മണ്ണുകാട് പ്രദേശത്ത് ഇതുപോലെ ഒരു സ്ഥാപനം വന്നാൽ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെ കമ്പനിക്കായി വ്യാജരേഖയുണ്ടാക്കി സ്ഥലം കയ്യേറിയതായി ആരോപിച്ച് പ്രദേശവാസികളും രംഗത്തെത്തി. തങ്ങളറിയാതെ അവകാശപ്പെട്ട ഭൂമി മദ്യക്കമ്പനിക്ക് മറച്ചുവിറ്റു എന്ന ആരോപണവുമായി സമീപവാസികളായ ദേവി, കനക, സുമിത്ര തുടങ്ങിയ വീട്ടമ്മമാരാണ് രംഗത്ത് വന്നത്. സ്ഥലം നഷ്ടമായവർ MP VK ശ്രീകണ്ഠനോടും BJP നേതാവ് ഓമനക്കുട്ടനോടും ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞു. ഇവരുടെ ആധാരം കൈവശപ്പെടുത്തിയ പരിസരവാസി സ്ഥലം കമ്പനിക്ക് വിൽക്കുകയായിരുന്നു. മയിൽശല്യം കാരണം കൃഷി ഉപേക്ഷിച്ച 1.5 ഏക്കറിലേറെ സ്ഥലമാണ് ഇവർക്ക് നഷ്ടമായത്. സ്ഥലത്തിന്റെ കരമടച്ച രസീതുകളും അവർ ഉയർത്തിക്കാണിച്ചു. 2 ആഴ്ചന്റെ മുന്നേ ഞങ്ങൾ ഇവിടെ പഞ്ചായത്തിൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. വില്ലേജിൽ പോയപ്പോൾ കമ്പനിക്കാർ ഈ സ്ഥലം കയ്യേറിയിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കയ്യേറി പറഞ്ഞപ്പോ ശരി, ഞങ്ങളിതിൽ എന്താ നടപടി എടുക്കുക പറഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ രംഗത്തായിട്ട് വന്നിട്ടുണ്ട്. 2 ഏക്കറിൽ താഴെയുണ്ട് സ്ഥലം. സ്ഥലം കമ്പനിക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ പർവിജൻ പറഞ്ഞ വ്യക്തിയും അപ്പുക്കുട്ടൻ പറഞ്ഞ വ്യക്തിയും കൂടിയിട്ട് കമ്പനിക്കാർക്ക് മറിച്ചു വിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അതിൽ ആധാരം ഉണ്ടായിരുന്നില്ല. നികുതി കെട്ടിയ കടലാസുകളുണ്ട്. അടിയാധാരങ്ങൾ മുഴുവനും ഈ പർവിജൻ പറഞ്ഞവന്റെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമി അത്തരത്തിൽ കൈമാറാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ച VK ശ്രീകണ്ഠൻ MP നഷ്ടപ്പെട്ട ഭൂമി ഇവർക്ക് ലഭ്യമാക്കാൻ ഇടപെടുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. മനുഷ്യക്കടത്തിലെ മുഖ്യ ഏജന്റുമാരായ സന്ദീപ് തോമസ്, സുമേഷ് ആന്റണി, സിബി ഔസേപ്പ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശികളായ ബിനിൽ ബാബുവിനെയും സന്ദീപ് ചന്ദ്രനെയും അടക്കം മനുഷ്യക്കടത്തിന് ഇരയാക്കിയ മുഖ്യപ്രതികളാണ് റിമാൻഡിലായത്. പ്രതി സന്ദീപിനെ കൊച്ചിയിൽ നിന്നും സുമേഷ് ആന്റണിയെ തൃശൂരിലെ വീട്ടിൽ നിന്നും നേരത്തെ പിടികൂടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വടക്കാഞ്ചേരി പോലീസ് സിബി ഔസേപ്പിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 11 മണിയോടെ പ്രതികളെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രൻ്റെയും ബിനിൽ ബാബുവിൻ്റെയും ഗുരുതരമായി പരിക്കേറ്റ ജെയിൻ കുര്യൻ്റെയും ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. കൂലിപ്പട്ടാളത്തിൽ നിന്ന് മോചിതരായ മലയാളികളും സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ വാഹനങ്ങൾക്ക് നേരെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിൻ്റെ അക്രമം. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനവും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാറുമാണ് യുവാവ് നശിപ്പിച്ചത്. സുഹൃത്തിനെ ജാമ്യത്തിലെടുക്കാനെത്തിയ യുവാവ് വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തിയ കാര്യം പോലീസ് വൈകിയാണ് അറിഞ്ഞത്. പനമണ്ണയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് നൂറണി പട്ടാണി തെരുവിലെ ഷബീർ അലിയാണ് അക്രമം നടത്തിയത്. ടൈറ്റാൻ എന്ന് വിളിക്കുന്ന ഷബീർ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ച് വാഹനമോടിച്ച സുഹൃത്തിനെ ജാമ്യത്തിലെടുക്കാനെത്തിയതാണ് ഷബീർ അലി. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളായതിനാൽ ഷബീർ അലിയുടെ ജാമ്യത്തിൽ അറസ്റ്റിലായ ആളെ വിടാനാകില്ലെന്ന് പോലീസ് അറിയിച്ചതിന് പിന്നാലെയായിരുന്നു അതിക്രമം. സംഭവം പോലീസ് ആദ്യഘട്ടത്തിൽ അറിഞ്ഞതുമില്ല. പോലീസ് വാഹനത്തിൻ്റെ മുൻവശത്തെ ഡോറിനോട് ചേർന്ന മിററാണ് നശിപ്പിച്ചത്. സിവിൽ പോലീസ് ഓഫീസർ രാജീവിൻ്റെ കാറിലെ മിറർ തകർത്തതിനു പുറമെ ഒരു ഭാഗം മുഴുവൻ കല്ലുകൊണ്ട് വരച്ച് പെയിന്റ് കളഞ്ഞു. സംശയം തോന്നിയ പോലീസ് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഷബീർ അലിയുടെ പേരിൽ വധശ്രമം ഉൾപ്പെടെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി 30-ലേറെ കേസുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടാനംകുറിശ്ശിയിൽ ജനവാസ മേഖലയിലെ സ്ക്രാപ്പ് ഗോഡൌണിൽ വൻ തീപിടുത്തം. കഴിഞ്ഞ രാത്രിയാണ് ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ഷൊർണൂർ അഗ്നിരക്ഷാസേന മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ജനവാസ മേഖലയോട് ചേർന്ന സ്ക്രാപ്പ് ഗോഡൌണിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ തീപിടുത്തം പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. വളരെ പെട്ടെന്ന് തീ ആളിപ്പടരുകയായിരുന്നു. സ്ക്രാപ്പ് ഗോഡൌണിൽ കൂട്ടിയിട്ട നേരത്തെ എണ്ണകൾ സൂക്ഷിച്ചിരുന്ന ക്യാനുകളിൽ നിന്നാണ് തീ പടർന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഷൊർണൂരിൽ നിന്ന് അഗ്നിശമന സേനയെത്തി ഏറെ നേരം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിയത്. നൂറുകണക്കിന് കുടുംബങ്ങൾ
താമസിക്കുന്ന ജനവാസ മേഖലയോട് ചേർന്നാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. സമീപത്തു തന്നെ അംഗൻവാടിയുമുണ്ട്. സ്ക്രാപ്പ് ഗോഡൌൺ പ്രദേശത്ത് ആരംഭിക്കുന്നതിനെതിരെ തുടക്കത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും ഇതിനെയെല്ലാം അവഗണിച്ചാണ് ഈ പ്രദേശത്ത് ഗോഡൌൺ പ്രവർത്തനം ആരംഭിച്ചത്. കൊതുക് ശല്യം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നാട്ടുകാർ നേരിടുന്നതിനിടെയാണ് ഗോഡൌണിൽ തീപിടുത്തവും പതിവാകുന്നത്. ഒരു വർഷത്തിൽ 2-3 തവണ ഇവിടെ തീപിടുത്തമുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ശാസ്ത്രം വളരുന്നതിനേക്കാൾ വേഗത്തിലാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളരുന്നതെന്ന് യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ NM അരുൺകുമാർ പാലക്കാട്ട് യുക്തിവാദി സംഘം സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിൽ അടയിരിക്കുന്ന ഇടതു സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും ഡോക്ടർ NM അരുൺകുമാർ പറഞ്ഞു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ആഭിചാരക്രിയകളും കൊലപാതകങ്ങളും ആക്രമണങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണ്. സമാധിയാകലിനെ പോലും ന്യായീകരിച്ച് നിരവധി പേരാണ് രംഗത്തു വരുന്നത്. മനുഷ്യബോധത്തെ നശിപ്പിച്ച് അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുന്നത് തൊഴിലായി സ്വീകരിച്ച ശക്തികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉത്തരേന്ത്യക്കാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വളർച്ചയെന്നും അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ നടപ്പാക്കാൻ സർക്കാർ ഉടൻ തയ്യാറാകണമെന്നും ഡോക്ടർ അരുൺകുമാർ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കപട ചികിത്സ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അശാസ്ത്രീയ ചികിത്സയെക്കുറിച്ച് തന്നെ ഒരു 10-15 കൊല്ലം മുമ്പുള്ള കാഴ്ചപ്പാടല്ല ഇപ്പോൾ ഉള്ളത്. പണ്ട് പലരും അതെല്ലാം ശാസ്ത്രീയമാണെന്നൊക്കെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയ ചികിത്സ എന്താണെന്നല്ല മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ എന്തായാലും ഫലമുണ്ട്. നമ്മളെ മാത്രമല്ല, ഒരുപാട് സംഘടനകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രം കഴിവാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് സംഘടനകൾ ഇങ്ങനെ പ്രചാരണ പ്രവർത്തനം നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയും സാധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇനി ഇന്നത്തെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഹിന്ദുത്വ സ്ഥിരമായിട്ടൊരു ഹിന്ദുത്വ ഭരണം ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മതവികാരങ്ങളെ എന്താ പറയുക ഇളക്കിക്കൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് വോട്ട് നേടുന്ന ഒരു രീതി സ്ഥിരമാവുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. യുക്തിവാദി സംഘം ജില്ലാ പ്രസിഡന്റ് B. പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. സുനിൽകുമാർ, ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPI മണ്ണൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കം. 15 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നടക്കുക. മണ്ണൂർ കമ്പനിപ്പടിയിൽ നടന്ന ആദ്യ ബ്രാഞ്ച് സമ്മേളനം CPI പാലക്കാട് മണ്ഡലം സെക്രട്ടറി മുരളി K. താരേക്കാട് ഉദ്ഘാടനം ചെയ്തു. CPI എന്ത് നിലപാടെടുത്തു? CPIയുടെ നേതാക്കന്മാർ പറഞ്ഞു, ഇന്ത്യയുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ബൂർഷ്വാ നേതൃത്വമായിട്ടുള്ള കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? മതേതര സംവിധാനം ഉണ്ടാക്കണം. CPM-ലെ ഒരു വിഭാഗം അതിനെതിരായിരുന്നു. CPM-ലെ ഒരു വിഭാഗം പറഞ്ഞത് അങ്ങനെ വേണ്ട, ജനകീയ ജനാധിപത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷക തൊഴിലാളികൾ, തൊഴിലാളി വർഗം ഇവരൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മുന്നണി ഭരണമുണ്ടെങ്കിൽ മാത്രമേ രാജ്യത്ത് വികസനമുണ്ടാവൂ. നമ്മൾ പറഞ്ഞു അതിപ്പോ സാധ്യമല്ല. സോഷ്യലിസത്തിലേക്കുള്ള പടവുകളിലേക്ക് കാൽ വഹിച്ചു കയറ്റാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ പെറ്റി ബൂർഷ്വാ സംവിധാനത്തോടൊപ്പം പണക്കാരോടൊപ്പം കുറച്ചൊക്കെ ഭരണത്തിന്റെ സംവിധാനം ഉപയോഗിക്കാമെന്നാണ്. സമ്മേളനത്തിലെ ദർശനമോൾ അധ്യക്ഷത വഹിച്ചു. വയോധികരെ ചടങ്ങിൽ ആദരിച്ചു. KV സോമകുമാർ പതാക ഉയർത്തി. അംബിക രക്തസാക്ഷി പ്രമേയവും TR രജനി അനുശോചന പ്രമേയവും TK മണി റിപ്പോർട്ടും അവതരിപ്പിച്ചു. 40ഓളം വയോധികരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. CPI ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു, M ജയകൃഷ്ണൻ, AIYF സെക്രട്ടറി പിഞ്ചു, ബ്രാഞ്ച് സെക്രട്ടറി TK മണി, KV ദാസൻ, CP രാമകൃഷ്ണൻ, P ബാബു, പ്രഭാകരൻ, വാസുദേവൻ, ശിവദാസ്, ബാലകൃഷ്ണൻ കാരക്കാട്, സുധീഷ്, കാളിദാസൻ, ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. കമ്പനിപ്പടി മേഖലയിലെ കുടിവെള്ളക്ഷാമം ഉടൻ പരിഹരിക്കാൻ മണ്ണൂർ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഭാരവാഹി തെരഞ്ഞെടുപ്പും ചർച്ചയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ
ചാരെ 2025 വോളണ്ടിയർ രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. വാണിയംകുളം TRK സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് അങ്ങോട്ട് വിളിക്കുന്നില്ല എന്നൊരു സങ്കടമാണ് പലരും പങ്കുവയ്ക്കാറ്. ചിലരൊക്കെ അസുഖങ്ങളെയും ആ നിലയിലുള്ള ദയനീയ അവസ്ഥയെയും എന്തിന് ഈശ്വരൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു, ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് വേദനയോടുകൂടെ പറയുന്ന അനുഭവങ്ങളുമുണ്ട്. എൻ്റെ വിധിയാണത്, തലയിലെഴുത്താണ്. അങ്ങനെ വിധിയെയും തലയിലെഴുത്തിനെയും ശപിച്ച് വേദന കടിച്ചിറക്കി ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. എന്നാൽ ഇതൊന്നും രോഗാവസ്ഥ എന്നത് അല്ലെങ്കിൽ അപകടം കൊണ്ട് കിടപ്പിലായി പോയി എന്നതൊന്നും വിധിയോ തലയിലെഴുത്തോ ദൈവനിശ്ചയമോ ഒന്നുമല്ല. അങ്ങനെ ആയിപ്പോയി എന്നത് മാത്രമാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. VPRC പ്രസിഡന്റ് ഡോക്ടർ MK ഹേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ഇന്നർ വീൽ ക്ലബ്ബ് VPRCക്ക് നൽകിയ സർജിക്കൽ ഉപകരണങ്ങൾ ചടങ്ങിൽ ഭാരവാഹികൾ ഏറ്റുവാങ്ങി. നമുക്കും പഠിക്കാം പരിചരണം എന്ന വിഷയം CPIP ജില്ലാ സെക്രട്ടറി SP രാമകൃഷ്ണൻ, നവമാധ്യമങ്ങളും പാലിയേറ്റീവും എന്ന വിഷയം സുജിത് ആച്ചത്ത്, ആയുർവേദവും പാലിയേറ്റീവും എന്ന വിഷയം ഡോക്ടർ ബുഷറ എന്നിവർ അവതരിപ്പിച്ചു. VPRC അനുഭവങ്ങളും കടമകളും ഡിജിറ്റൽ പ്രസന്റേഷൻ K സുഭാഷ്, A സുർജിത് ദേവ് എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, VPRC സെക്രട്ടറി KG രഘുപതി, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ, TRK ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ K രാജീവ്, കൂനത്ര GVHSS പ്രിൻസിപ്പാൾ C ജിനേഷ് കുമാർ, ഡാന ബേബി, KT സരള, ഡോക്ടർ സീമാ സുന്ദരൻ, TP ഭാസ്കരൻ, K ഗോപിനാഥ്, T സുനിൽ, V പ്രസീത, P സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പരിസ്ഥിതി പ്രവർത്തകൻ U അയ്യപ്പൻ 3.5 പതിറ്റാണ്ടോളമായി ശേഖരിക്കുന്ന നാണയങ്ങളുടെയും കറൻസികളുടെയും പ്രദർശന മേള നടത്തുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വരോട് KPSM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം. അപൂർവ നാണയങ്ങളെയും കറൻസികളെയും കുറിച്ച് പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. 1991 മുതൽ ശേഖരിച്ചു തുടങ്ങിയ നാണയങ്ങളും കറൻസികളും പ്രദർശനത്തിനുണ്ടാകും. ഇന്ത്യയിലെ കറൻസിക്ക് പുറമെ 38 രാജ്യങ്ങളുടെ കറൻസിയും നാണയത്തുട്ടുകളുമാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. രാവിലെ 10 മുതൽ 4 വരെയാണ് പ്രദർശനമെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ SR പ്രകാശ്, U അയ്യപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പലപ്പോഴായി കിട്ടിയ അപൂർവ നോട്ടുകൾ ശേഖരിച്ചു തുടങ്ങിയതോടെയാണ് കറൻസി നാണയ ശേഖരണത്തിൽ കൗതുകം വളർന്നത്. പിന്നീട് വിവിധ രാജ്യങ്ങളുടെ നോട്ടുകൾ ശേഖരിക്കാൻ തുടങ്ങി. മുമ്പ് തിരുവിതാംകൂറിലുണ്ടായിരുന്ന അണ ഉൾപ്പെടെ ശേഖരത്തിലുണ്ട്. രാജ്യത്തെ തന്നെ അപൂർവ കറൻസികളുമുണ്ട്. ഇവയാണ് പ്രദർശനത്തിന് വയ്ക്കുന്നത്. ഒറ്റപ്പാലം മായന്നൂർ റോഡിൽ മുളകൾ നട്ടുപിടിപ്പിച്ചതും പാലക്കാട് കുളപ്പുള്ളി പാതയിലും ബസ് സ്റ്റാൻഡിന് പിൻഭാഗത്തെ റോഡരികിലും മരങ്ങൾ നട്ടുവളർത്തിയതും അയ്യപ്പനാണ്. ഇപ്പോഴും അവ പരിപാലിക്കുന്നുണ്ട്. ഒറ്റപ്പാലം നഗരസഭയിൽ റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന അയ്യപ്പൻ കുന്നംകുളം നഗരസഭയിൽ നിന്ന് സൂപ്രണ്ടായാണ് വിരമിച്ചത്. വിരമിച്ച ശേഷം പരിസ്ഥിതി പ്രവർത്തനത്തിൽ സജീവമാണ്. ഇതിനൊപ്പം കറൻസി ശേഖരണവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേന്ദ്ര സർക്കാർ നയങ്ങൾ കാർഷിക മേഖലയ്ക്ക് വെല്ലുവിളിയായി മാറുകയാണെന്ന് കർഷക സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി MR മുരളി. കേരള കർഷക സംഘം മങ്കര പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MR മുരളി. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് MR മുരളി ആരോപിച്ചു. രാജ്യത്ത് കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര നയങ്ങൾ വൻ തിരിച്ചടിയാണ്. കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്നും MR മുരളി കുറ്റപ്പെടുത്തി. അവരെ ഒരു സുഹൃത്തായി സഹായിയായി കർഷക സംഘത്തിന് പ്രവർത്തിക്കാൻ സാധിക്കണം. ആ നിലയിലുള്ള ഒരു സംഭാവന കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കർഷക സംഘത്തിന് നൽകാൻ കഴിയും.
എല്ലാ വീടുകളുമായും ബന്ധപ്പെടണം എന്ന് പ്രത്യേകം പറയുന്നതിന്റെ കാര്യം കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രശ്നങ്ങളുണ്ട്. ക്ഷീരമേഖല, ഞാൻ ശശിയോട് ചോദിച്ചു, ക്ഷീരമേഖലയിലുള്ള ക്ഷീര കർഷകർ 1 ലിറ്റർ പാലിന് ഇപ്പൊ ലഭിക്കുന്ന വിലയ്ക്ക് പുറമെ ലഭിക്കേണ്ട സബ്സിഡി കിട്ടുന്നുണ്ടോ? പൂർണ്ണമായിട്ട് കിട്ടുന്നു. 3 രൂപ കിട്ടുന്നു. KR ഷാജീവ് അധ്യക്ഷത വഹിച്ചു. ER ശശി, CB ഉദയപ്രകാശ്, M നാരായണൻകുട്ടി, K ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാലയിൽ സുമനസ്സുകളുടെ കൂട്ടായ്മയിൽ നിർധന കുടുംബത്തിന് വീടൊരുങ്ങി. വെൽഫെയർ പാർട്ടി മുൻകൈയെടുത്താണ് വീട് നിർമ്മിച്ചു നൽകിയത്. പത്തിരിപ്പാല പൂക്കോട്ടുകുന്ന് റോഡിൽ നിർമ്മിച്ച വീടിന്റെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ് നിർവഹിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അവസാനം യാക്കോബ് മറ്റു മുടന്തിന്റെ മുടന്ത് മാറ്റി കൊടുത്തിട്ടും സ്വന്തം മുടന്ത് മാറ്റിയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ വെൽഫെയർ പാർട്ടിക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇതാ പറയുന്നത്, ജനങ്ങളുടെ ഇടയിൽ മെല്ലെ 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 സഞ്ചരിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് വീടില്ലാത്ത പ്രവർത്തനം വന്ന് മറ്റു നാട്ടുകാർക്ക് വീടുണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റി സൂചിപ്പിക്കുന്നത്. ഇത് കുറച്ചുകൂടി വിശാലത ആകണം. ജനങ്ങൾ അത്രയും ഭയങ്കര മോശപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോളിംഗ് ബൂത്തിൽ പോയപ്പോൾ ആദ്യത്തെ 6 മണിക്ക് നിൽക്കുന്നത് ആദിവാസി സ്ത്രീകളാണ്. അപ്പൊ അവരോട് നിങ്ങൾ എവിടെ നിന്നാണ് വന്ന് ചോദിച്ചപ്പോൾ വളരെ ദൂരം മലന്റെ മേലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഭാഗത്താണ് ഞങ്ങളുടെ ഊരുകൾ എന്ന് പറഞ്ഞു. ജാഫർ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. മൗൺസിന CEO KK മുഹമ്മദ് ബഷീർ, ഡോക്ടർ കുഞ്ഞു മുഹമ്മദ്, PA ഷംസുദ്ദീൻ, ഗിരീഷ് പാലാരി, ഉമ്മർ അമ്പലപ്പാറ, TM സുധീർ, ഉമ്മർ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. ഉമ്മർ ഫാറൂഖ് സ്വാഗതവും സിക്കന്ദർ പത്തിരിപ്പാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഒയാസിസ് കമ്പനി പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊടിനാട്ടി കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിഷേധം. സമരം ശക്തമാക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. സർക്കാർ നടപടി ദുരൂഹമെന്ന് BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ. കമ്പനിക്കായി വ്യാജരേഖ ചമച്ച് സ്ഥലം കയ്യേറിയെന്ന പരാതിയുമായി പരിസരവാസികളും രംഗത്ത്. തിങ്കളാഴ്ച സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ്. എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസ് മാർച്ചിനൊരുങ്ങി BJP. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കു നേരെ ക്രിമിനൽ കേസ് പ്രതിയായ യുവാവിന്റെ അക്രമം. പോലീസ് വാഹനവും പോലീസ് ഉദ്യോഗസ്ഥന്റെ കാറും ഭാഗികമായി നശിപ്പിച്ചു. പ്രതി പാലക്കാട് നൂറണി സ്വദേശി ഷബീർ അലിയെ പോലീസ് പിടികൂടിയത് പിന്നീട് പനമണ്ണയിലെ വാടക വീട്ടിൽ നിന്ന്. ശാസ്ത്രം വളരുന്നതിനേക്കാൾ വേഗത്തിലാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളരുന്നതെന്ന് യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ NM അരുൺകുമാർ. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിൽ അടയിരിക്കുന്ന ഇടതു സർക്കാർ നടപടി പ്രതിഷേധാർഹം. ഉത്തരേന്ത്യക്കാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിൽ അന്ധവിശ്വാസങ്ങളുടെ വളർച്ചയെന്നും ഡോക്ടർ അരുൺകുമാർ. പാലക്കാട്ട് യുക്തിവാദി സംഘം സുഹൃത്ത് സംഘം. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികൾ റിമാൻഡിൽ. പ്രതികളായ സന്ദീപ് തോമസ്, സുമേഷ് ആന്റണി, സിബി ഔസേപ്പ് എന്നിവരെ പോലീസ് കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയത് ഇന്നലെ രാത്രി 11 മണിയോടെ. കേസിൽ കൂടുതൽ പരാതികൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.